എൻ്റെ പ്രൊഫഷൻ കൊണ്ട് ഞാനൊരു എൻജിനീയറാണ്. കോളേജ് ഓഫ് എൻജിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ നിന്ന്, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ടാമത്തെ റാങ്കോടുകൂടെ പാസ്സാവുകയും എനിക്ക് 3 ജോലി അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി. നമ്മളെ ഏത് രീതിയിലേക്ക് വിളിച്ചിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഉയർന്നു വരും. ഞാനിങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ടോ, എൻ്റെ വീട്ടുകാർക്ക് പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ അവസാനം എത്തിച്ചേരുന്നത് ആർക്കെന്ത് പ്രയോജനമെന്നൊരു ചോദ്യം വരും. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച കുറച്ച് നാളുകൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അനേകം തലമുറകളുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ഒരു പുരോഹിതനാകുവാനുള്ള ദൈവവിളി എന്ന് ഞാൻ തിരിച്ചറിയുക. ഉള്ളിൻ്റെ ഉള്ളിലെ ആ കനൽ ഇങ്ങനെ എരിഞ്ഞു കത്തി അത് ജീവിത സമരങ്ങളിലൂടെയൊക്കെ കടന്നുപോയി വലിയ ആ ഒരു ഫൈറ്റിന് ശേഷം ഞാൻ എൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു, എൻ്റെ ദൈവവിളി ഇതാണ്. ഞാൻ ഫാദർ ഏബ്രഹാം എബിൻ തോമസ്, സലേഷ്യൻ സന്യാസ സമൂഹത്തിലെ ഒരു അംഗമാണ്. ഞാൻ പത്തനംതിട്ട ഭദ്രാസന അംഗമാണ്. മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു അംഗം കൂടിയാണ്. അഭിവന്ധ്യ സാമുവേൽ മാർ ഐറേനിയോസ് തിരുമേനിയുടെ തൃക്കയ്യാലാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത്. ഞാൻ പത്തനംതിട്ട കോന്നി സ്വദേശിയാണ്. എൻ്റെ വീട്ടിൽ അപ്പൻ, അമ്മ, ഒരു ഇളയ സഹോദരി, ഞങ്ങൾ 4 പേരാണ് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഈ ചെറിയ കുടുംബത്തിൽ നിന്ന് ഒരു മാറ്റി നടിയിൽ, ഒരു പറിച്ചു നടിയിലാണ് യഥാർത്ഥത്തിൽ വൈദികനാകുവാൻ, സന്യാസിയാകുവാൻ, സന്യാസിനിയാകുവാനുള്ള ദൈവവിളി എന്ന് പറയുന്നത്. ആഗോള സഭയിൽ ഒരു മിഷനറിയായി പ്രവർത്തിക്കുവാൻ, അനേകം കുടുംബങ്ങളിലെ ഒരു അംഗമായി തീരുവാനുള്ളതാണ് ഒരു സന്യാസിയുടെ, ഒരു മിഷനറിയുടെ, എന്നെപ്പോലെയുള്ള വൈദികരുടെ ദൈവവിളി എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ദൈവവിളി തിരിച്ചറിയുന്നത് എൻ്റെ 25ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷൻ കൊണ്ട് ഞാനൊരു എൻജിനീയറാണ്. കോളേജ് ഓഫ് എൻജിനീയറിംഗ് ട്രിവാൻഡ്രത്തിൽ നിന്ന്, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ടാമത്തെ റാങ്കോടുകൂടെ പാസ്സാവുകയും അത് 2011 അതിനുശേഷം എനിക്ക് 3 ജോലി അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി. 1 കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമായ DRDO, 2 ടാറ്റ മോട്ടോഴ്സ്, 3 മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് മാനേജറായിട്ട് ഉള്ള ജോലി. ഞാനത് ഇച്ചിരി ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ കുഞ്ഞുനാളിൽ തൊട്ടുള്ള ഒരു ക്രേസ് എന്ന് പറയുന്നത് ഈ വണ്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും, വണ്ടി ഓടിക്കുക. ഇപ്പം നമ്മൾ ബസ്സിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം പറ്റുവാണെങ്കിൽ ഞാൻ ആ ഡ്രൈവറിൻ്റെ സീറ്റിൽ കയറിയിരിക്കും, അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ മടിയിലെങ്കിലും കയറിയിരിക്കും. കൂടുതലും ഞാൻ എഞ്ചിൻ്റെ പുറത്തിരുന്നാണ്. കാരണം ഇതൊരു ഹരമാണ്, ഈ വണ്ടി ഓടിക്കുന്നതൊരു ഹരമാണ്. ഈ ഹരം എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ലക്ഷ്യമായിട്ട് മാറുകയും അതിനുശേഷം വിമാനത്തിലേക്ക് എൻ്റെ ഒരു കമ്പം തിരിയുകയുണ്ടായി. ഒരു എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ഇങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലേക്ക് തിരിഞ്ഞാലോ എന്ന് ചിന്തിച്ചു. പക്ഷേ ജോലി സാധ്യതകളൊക്കെ കുറവായത് കാരണവും കൂടാതെ വീട്ടിലെ എതിർപ്പുകൾ കാരണവും ഞാൻ ട്രഡീഷണലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു എൻജിനീയറിംഗ് ലൈനിലേക്ക്, മെക്കാനിക്കൽ ലൈനിലേക്ക് തിരിയുകയുണ്ടായി. അപ്പോൾ നമ്മളുടെ ഒരു ചെറിയ ഒരു കിണറ്റിൽ നിന്ന്, അതായത് പത്തനംതിട്ട ജില്ലയിൽ നിന്ന്, ഒരു കുഗ്രാമത്തിൽ നിന്ന് ഞാൻ തിരുവനന്തപുരം എന്ന വലിയൊരു നഗരത്തിലേക്ക് വന്നു. അതിനുശേഷം ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ ആത്മാവിനെ തേടിയുള്ള, ഈ ആത്മാവിൻ്റെ കൂടെയുള്ള ഒരു യാത്രയായിരുന്നു എൻ്റെ ജോലിക്കാലം എന്ന് പറയുന്നത്. ഏതാണ്ട് 3 വർഷക്കാലം ഞാൻ ജോലി ചെയ്തു. ഇതിനിടയിൽ തന്നെ ഞാൻ IIT മദ്രാസിൽ നിന്ന്, ചെന്നൈ IITയിൽ നിന്ന് മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഓട്ടോമോട്ടീവ് എൻജിനീയറിംഗ്, അതിൽ ഞാൻ എൻ്റെ MS പൂർത്തിയാക്കി. ശേഷം ജർമ്മൻ യൂണിവേഴ്സിറ്റിയായ ആഹനിൽ നിന്ന് വെഹിക്കിൾ ഡൈനാമിക്സിലും ഞാൻ മാസ്റ്റർ ഓഫ് സയൻസ് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കുകയും അതിനുശേഷം IIM ബംഗളൂരുവിൽ നിന്ന് എക്സിക്യൂട്ടീവ് MBA എടുക്കുകയും ചെയ്തു. ഇത്രയുമാണ് എൻ്റെ ഒരു വിദ്യാഭ്യാസ ജോലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ക്ലാസ് റൂമുകളിലെ പഠനം
ജോലി മേഖലകളിലെ പഠനത്തെക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളെ ജീവിതം വഴി ദൈവം പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നമ്മളൊക്കെ അന്വേഷികളാണ്. നമ്മുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ളൊരു ആഗ്രഹമുണ്ട്. ദൈവത്തെ അറിയുവാൻ നമ്മളെ ഏത് രീതിയിലേക്ക് വിളിച്ചിരിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഉയർന്നു വരും. ഞാനിങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് എനിക്ക് പ്രയോജനമുണ്ടോ, എൻ്റെ വീട്ടുകാർക്ക് പ്രയോജനമുണ്ടോ, അല്ലെങ്കിൽ അവസാനം എത്തിച്ചേരുന്നത് ആർക്കെന്ത് പ്രയോജനം എന്നൊരു ചോദ്യം വരും. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച കുറച്ച് നാളുകൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ അതിനെക്കുറിച്ചാണ് പറഞ്ഞ് വരിക. എൻ്റെ ഇത് സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമമാണ്. വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഞങ്ങൾ മുതിർന്നവരും കുട്ടികളും എല്ലാം ഒന്നിച്ചു കൂടുകയും മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ ലോകത്തെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുകയും വോളിബോൾ, ക്രിക്കറ്റ്, ഫുട്ബോൾ മുതലായിട്ടുള്ള കായികമായിട്ടുള്ള ഒരു അഭ്യാസങ്ങളിലും ഈ കായികപരമായിട്ടുള്ള മേഖലകളിലും കുറച്ചൊക്കെ ഒന്ന് ഇൻവോൾവ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നൊരു കുട്ടിക്കാലമാണ്. അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന വലിയൊരു സാധ്യതയാണ്. ഒരു വലിയൊരു സ്കൂള് തന്നെയാണ് ഇത്. അപ്പോൾ ഒരുപാട് ആളുകളുടെ സ്നേഹത്തിന് നമ്മളിങ്ങനെ പാത്രീഭൂതരായിക്കൊണ്ടിരിക്കുകയാണ്, പാത്രീഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖല. അതാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു വിശുദ്ധി. ഞാൻ എൻ്റെ കഥയിലേക്ക് തന്നെ വരുമ്പോൾ അനേകം തലമുറകളുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ഒരു പുരോഹിതനാകുവാനുള്ള ദൈവവിളി എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. എൻ്റെ ഇടവക ദേവാലയം സെൻറ്റ് മേരീസ് മലങ്കര കാത്തലിക് ചർച്ച് ഊട്ടുപാറ. ആ ഊട്ടുപാറ ദേവാലയത്തിൽ ഏതാണ്ട് 130ഓളം കുടുംബങ്ങളുണ്ട്. എനിക്ക് മുൻപ് പലരും സെമിനാരിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എങ്കിലും ആ ദേവാലയത്തിലെ ആദ്യത്തെ വൈദികനാകുവാൻ, ആ ദേവാലയത്തിൽ വെച്ച് തിരുപ്പട്ടം സ്വീകരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് എന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്നേക്കാൾ ഉപരിയായി ഒരു ദൈവവിളിക്ക് വേണ്ടി കാത്ത് മോഹിച്ച് പ്രാർത്ഥിച്ച് കണ്ണുനീരൊരുക്കിയ ഒരുപാട് ആളുകളുടെ ചട്ടയും മുണ്ടും തലയിലൊരു കെട്ടുമൊക്കെ ധരിച്ചു വരുന്ന, പള്ളിയിൽ വരുന്ന ആളുകളുടെ തലമുറയിൽ ഇന്ന് ആരും തന്നെ എൻ്റെ ദേവാലയത്തിൽ ബാക്കിയില്ല. ഇവരൊക്കെ കുഞ്ഞുനാളിൽ തൊട്ടേ എന്നെ കാണുമ്പോൾ പറയുമായിരുന്നു, നീ ഒരു അച്ഛനാകുമെന്ന്. അപ്പോൾ ഒരു അപ്പച്ചനുണ്ട്, ജോർജുട്ടി അപ്പച്ചൻ. ഞാൻ ആ പേരെടുത്ത് പറയുന്നതിന് കാരണം പുള്ളി എനിക്ക് ഓർമ്മയുള്ളപ്പോൾ തൊട്ട് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത് അച്ചോ അച്ചോ എന്നാണ്, കുഞ്ഞുനാളിൽ തൊട്ട്. കാരണം ഞങ്ങളുടെ ജീവിതം അത്രത്തോളം ദേവാലയ കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ്. ഞാൻ പറയുന്നത് എൻ്റെ മാത്രം ജീവിതമല്ല, ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ അയൽക്കാർ, ഞങ്ങളുടെ ആ നാട് മൊത്തം തന്നെയും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ഈ ദേവാലയത്തിന് ചുറ്റുമായിരുന്നു. കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ച ഒരു പാരമ്പര്യം ഞങ്ങൾക്കാർക്കും തന്നെയില്ല. അപ്പം അച്ഛൻ ആദ്യം വരുന്നു, പ്രഭാത പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അച്ഛൻ കുമ്പസാരിപ്പിക്കാനിരിക്കും. ഓരോരുത്തരായി കുമ്പസാരിച്ചതിന് ശേഷം മാത്രമാണ് വിശുദ്ധ കുർബാനയ്ക്ക് ഞങ്ങൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് മാതൃക നൽകിയതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ജനറേഷനാണ്. കടന്നുപോയ ആ ചട്ടയും മുണ്ടും ഈ തലയിലൊരു കെട്ടൊക്കെ ധരിച്ച് വരുന്ന അപ്പച്ചന്മാരുടെയും അമ്മച്ചിമാരുടെയും ഒരു ജനറേഷൻ. എന്നിട്ട് ഈ ദേവാലയ കേന്ദ്രീകൃതമായിട്ടിങ്ങനെ ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ 6ാമത്തെ ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദ്ബഹായിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ചടങ്ങാണ്. അതിന് പ്രത്യേകമായൊരു കൈവപ്പും ഒക്കെ വേണം. ഞാനൊരു ദിവസം പള്ളിയിൽ പോയപ്പം മദ്ബഹായ്ക്കകത്ത് കയറാൻ ആളില്ല. അപ്പോൾ ശനിയാഴ്ച ദിവസമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എൻ്റെ കാറ്റഗിസം ഹെഡ് മാസ്റ്റർ സാങ്കുട്ടിച്ചാൻ പറഞ്ഞു, മോനെ നീ അങ്ങ് കയറിക്കോ, പുള്ളിയുടെ കൈവപ്പാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. വൈദികരുടെ കൈവപ്പും ലഭിച്ചിട്ടില്ല. ഞാൻ അങ്ങ് കയറി. അന്ന് തൊട്ട് ഞാൻ ദേവാലയ ശുശ്രൂഷയ്ക്ക് മുടക്കം വരുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാലില്ല. ഞാൻ എൻജിനീയറിംഗ് പഠിക്കുന്ന കാലയളവിലാണെങ്കിലും വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്കുള്ള ക്ലാസ് സ്ഥിരം കട്ട് ചെയ്യുന്നതിൽ മുൻപന്തിയിൽ ഞാനുണ്ടായിരുന്നു. ക്ലാസ് കട്ട് ചെയ്യുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എത്രയും പെട്ടെന്ന് 100 കിലോമീറ്റർ യാത്ര ചെയ്ത് വീട്ടിലെത്തണം, വീട്ടിൽ വന്ന് നല്ല ഭക്ഷണം കഴിക്കണം, അതിനുശേഷം കർത്താവിൻ്റെ ആത്മീയ മേശയിൽ ഒരു ശുശ്രൂഷകനാകണം. അപ്പോൾ ആ ശുശ്രൂഷകനാകുവാൻ വേണ്ടി ശനിയാഴ്ച ദിവസം തന്നെ എൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിൽ വന്ന് ശനിയാഴ്ച പള്ളിയിൽ വൈകുന്നേരം പോയി പിറ്റേന്ന് രാവിലെ ദേവാലയ ശുശ്രൂഷകളിൽ കൂടി ബാക്കിയുള്ള കാര്യങ്ങളിലും കഴിഞ്ഞതിന് ശേഷം അന്ന് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെയോ തിരികെ തിരുവനന്തപുരത്തേക്ക് വരുന്ന ഒരു പതിവ് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം എന്ന് പറയുന്ന മഹാനഗരത്തിൻ്റെ അനന്തവിസ്തൃതമായ സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യുവാൻ പലപ്പോഴും പറ്റിയിട്ടില്ല. പക്ഷേ എനിക്കതിൽ ഒരു വ്യസനവും തോന്നിയിട്ടില്ല. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ദൈവവിളിയിൽ തമ്പുരാൻ്റെ അൾത്താരയോട് തമ്പുരാൻ നമ്മളെ ചേർത്ത് വെക്കുകയായിരുന്നു. ഈ ദൈവവിളി എന്നിൽ കുഞ്ഞുനാളിൽ തൊട്ടുണ്ടായിരുന്നു.
എനിക്കൊരു വൈദികനാകുവാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സാധാരണഗതിയിൽ 15 വയസ്സിൽ ഒരു ചോദ്യം ചോദിക്കും, മോനെ നിനക്ക് ഏത് മേഖല തിരഞ്ഞെടുക്കണം? അന്ന് ഐ വാസ് എ ബിറ്റ് ഷൈ എന്ന് പറഞ്ഞാൽ ഒരു നാണം കുണുങ്ങിയായ ഒരു പയ്യന് ഈ എങ്ങനെയാണ് ഏത് വഴിയാണെന്നൊന്നും അറിയത്തില്ല. അപ്പം എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് പോലെ തന്നെ 15 വയസ്സ് 10ാം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു ഏതാണ് പോകേണ്ടത്? സയൻസ് പഠിച്ചാൽ ഒത്തിരി സാധ്യതകളുണ്ട്. എനിക്ക് സയൻസ് ഇഷ്ടമായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. സയൻസിനോട് ഒരു പ്രണയത്തിലായി കഴിഞ്ഞപ്പോൾ അടുത്ത ആഗ്രഹം വണ്ടിയുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും പഠിക്കണം. അപ്പോൾ അന്ന് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് വണ്ടിയുമായിട്ട് റിലേറ്റ് ചെയ്തതെന്ന് പോലുമുള്ള അറിയുവാനുള്ളൊരു ബോധം ഞങ്ങളെപ്പോലുള്ളവർക്കില്ല. അത് പറഞ്ഞു തരുവാനും നമ്മുടെ കൂടെ ഉള്ളവർക്ക് അറിവില്ല. അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലേക്ക് പോയി. അങ്ങനെ ഈ സാധ്യതകളുടെ ഒരു വലിയ ലോകം തുറന്നു കിട്ടി. എന്നിട്ട് ജോലി തുടങ്ങി. ഈ കോളേജാണെങ്കിലും ജോലിയാണെങ്കിലും എന്താണ് വ്യത്യാസമെന്ന് ചോദിച്ചാൽ, കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കുന്നു, ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കാശ് കിട്ടുന്നു. പക്ഷെങ്കിൽ ഒരു സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ജോലി നൽകുന്ന സന്തോഷം എന്ന് ചോദിച്ചാൽ ശമ്പളം, നല്ല ശമ്പളം കിട്ടുന്നു. 5 അക്ക ശമ്പളം, 6 അക്ക ശമ്പളം, ഇതൊക്കെ നമ്മളിങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും. അതിനുപരിയായിട്ട് ജീവിതത്തിലൊരു സംതൃപ്തി ഉണ്ടോ, ഒരു ആനന്ദമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോഴാണ് ഈ ചോദ്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഉയർന്നു വരിക. ഇത് ശരിക്കും എൻ്റെ മേഖല തന്നെയാണോ? ഞാനായിരിക്കുന്നത് ശരിക്കും ദൈവം എന്നെ വിളിച്ച വഴിയിൽ തന്നെയാണോ എന്ന ഒരു ചിന്ത. ഇത് കൂടാതെ തന്നെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ, കോളേജിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഒരുപാട് പേരുണ്ട്, ഒരുപാട് കൂട്ടുകാരുണ്ട്. ഈ കൂട്ടുകാർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ബ്രെയിനുകളിൽ ഉള്ളവരാണ് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ പുകവലിയോ മദ്യപാനമോ ലഹരിയോ ഒന്നുമില്ലാത്ത വീടുകളിൽ നിന്ന് വരുന്നു, കോളേജിൽ വരുന്നു, അടുത്ത ദിവസം തൊട്ട് നിർത്താതെ ഇങ്ങനെ പുക വലിച്ചുകൊണ്ടേയിരിക്കുന്നു. ചിലരുടെയൊക്കെ ഇരട്ടപ്പേരായിട്ട് ഞങ്ങൾ തീവണ്ടി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അന്നത്തെ കാലത്ത്. കാരണം ഒരു സിഗരറ്റ് കഴിഞ്ഞ് അടുത്ത സിഗരറ്റ് ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കുക. പിന്നെ വൈകുന്നേരങ്ങളിൽ റൂമുകളിലേക്ക് വരുമ്പോൾ ഹോസ്റ്റൽ മുറിയിലാണെങ്കിലും ഒരു കോലാഹലമാണ്. അത് വാളുണ്ട്, പരിചയമുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നിന്ന് ആൾക്കാരെ പറക്കിയെടുക്കുക. അതുപോലെ തന്നെ എക്സാമിൻ്റെ തലേ ദിവസം വരെ ഇത് തുടരുക. പക്ഷേ എക്സാമിലൊക്കെ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യും. ഇത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ ഇതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഇന്ന് സോഷ്യൽ മീഡിയ, മൊബൈൽ ഫോണുകൾ ഇതൊക്കെ വളരെ ശക്തമായതുകൊണ്ട് ഈ ലഹരിയുടെയൊക്കെ അതിപ്രസരത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നു, കേൾക്കുന്നു. പക്ഷേ ഈ ലഹരിയും ഇതിൻ്റെ ഉപയോഗങ്ങളും, കള്ളാണെങ്കിലും കഞ്ചാവാണെങ്കിലും രാസലഹരിയാണെങ്കിലും ഇത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. പക്ഷേ അന്ന് നമ്മൾ വെളിയിൽ അറിയുന്നില്ല. അപ്പോൾ ഇതിലൊന്നൊക്കെ ദൈവം എന്നെ ഒരു അത്ഭുതകരമായി സംരക്ഷിച്ചു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഇന്നേ വരെ ഒരു ഗ്ലാസ് മദ്യം കൈകൊണ്ട് തൊടുവാൻ ദൈവം എന്നെ അനുവദിച്ചിട്ടില്ല. പാസീവായിട്ട് സ്മോക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പുക വലിക്കുമ്പോൾ ആ പുക മൂക്കിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല. അതല്ലാതെ ഒരു പഫ് എടുക്കണമെന്ന് തോന്നിച്ചിട്ടില്ല. കാരണം ഒരു 100 പേര് ഇത് ഉപയോഗിക്കുന്നതിൽ 2ഓ 3ഓ പേര് മാത്രമാണ് ദൈവം അങ്ങനെ മാറ്റിവെച്ചതെന്ന് ഞാൻ കരുതുക. അപ്പോൾ ദൈവം അങ്ങനെ ഒരു പഠനം നമുക്ക് തരികയാണ്. കാരണം ഈ സമൂഹം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുവാൻ, ഈ സമൂഹത്തിൽ വേറിട്ട ഒരു ശബ്ദമായി തീരുവാൻ വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് അന്ന് തൊട്ടേ ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. ശേഷം ജോലിയിലേക്ക് വരുന്നു. നമ്മൾ വിചാരിക്കും ജോലി വേണമെങ്കിൽ എളുപ്പം, ശമ്പളം തരും. രാവിലെ 4 മണിക്ക് തുടങ്ങുന്ന അധ്വാനമാണ്. രാവിലെ 4 മണിക്ക് തുടങ്ങുന്ന അധ്വാനം അവസാനിക്കുന്നത് 11:30-12 മണിക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എപ്പോൾ ഉറങ്ങും? 4 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങിയാൽ ഇത് എത്ര ഭക്ഷണം കഴിക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ ജോലി എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നത് ഇതാണ്, ഇത് നിൻ്റെ മേഖലയാണോ? ഇതെൻ്റെ മേഖലയല്ല എന്ന് തിരിച്ചറിഞ്ഞതിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ ആഴമായിട്ട് പറയേണ്ടതുണ്ട്. അതൊരു കഥയാണ്. കുഞ്ഞുനാൾ തൊട്ടേ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കാറുണ്ട്. 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്ത്? 12ാം ക്ലാസ് കഴിഞ്ഞാൽ എന്ത്? ഇത് കഴിഞ്ഞാൽ ജോലി കിട്ടിയോ? ഇവിടെ ഒരാൾക്ക് ജോലി കിട്ടി, ജോലിയിൽ ഇങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു,
ഒരു ഡ്രീം ജോബ് എന്നൊക്കെ പറയുന്ന ഒരു ജോലി കയ്യിലുണ്ട്, ഭദ്രം സാമ്പത്തികമായി ഒരു ഭദ്രതയുണ്ട്, വീട്ടിൽ പറയത്തക്ക ടെൻഷനുകളില്ല, ബാധ്യതകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു സമയമായി ഇനി എന്ത്? കല്യാണ ആലോചനകളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ തകൃതിയായി കല്യാണ ആലോചനകളൊക്കെ വന്നു തുടങ്ങി. 24-25 വയസ്സുള്ള അഭ്യസ്ത വിദ്യനായ ഒരു ചെറുപ്പക്കാരന് നേരിടേണ്ടി വരുന്ന ജീവിത സാഹചര്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം സാധാരണമായ സാഹചര്യങ്ങൾ തന്നെയാണ്, അതിന് യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ ഒരു ഭാഗത്ത് നല്ല സാമ്പത്തിക ഭദ്രതയുള്ള, ജോലി സാധ്യതകളുള്ള, അനേകം അനേകം ഓപ്പർച്യൂണിറ്റികൾ കിട്ടുന്ന ജോലി, മറുഭാഗത്ത് തിരഞ്ഞെടുക്കേണ്ട കുടുംബ ജീവിതത്തിൻ്റെതായിട്ടുള്ള ഒരു വഴി. പക്ഷെ നടുവിലായി ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആം ഐ ഹാപ്പി ഹിയർ? ഞാനിവിടെ ശരിക്കും സന്തുഷ്ടനാണോ? ഈ മേഖലയിൽ, ഈ ജോലിയിൽ, ഈ ജീവിത രീതിയിൽ, ഇപ്പോൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൽ നീ ശരിക്കും ഹാപ്പിയാണോ? അപ്പോഴാണ് ശരിക്കും ജീവിതത്തെക്കുറിച്ചൊരു വീക്ഷണം, അല്ല ജീവിതത്തിൻ്റെ വിളിയെക്കുറിച്ചുള്ളൊരു ചിന്തയിലേക്ക് കടക്കുക. അപ്പോൾ 25-ാമത്തെ വയസ്സിൽ ഞാൻ പഠനം പൂർത്തിയാക്കി. എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ കിട്ടുകയാണ്, ഒരു ഡ്രീം ജോബിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി. അതായത് റെഡ് ബുൾ റേസിംഗ് എന്ന് പറഞ്ഞ ഫോർമുല 1 കമ്പനിയുടെ വെഹിക്കിൾ ഡൈനാമിസിസ്റ്റായിട്ട് ഓസ്ട്രിയയിൽ ജോയിൻ ചെയ്യുവാനുള്ള, അതും നല്ല സാലറിയോടുകൂടെ ജോയിൻ ചെയ്യുവാനുള്ള ഒരു അവസരം ജീവിതം ഇങ്ങനെ വെച്ച് നീട്ടുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ കമ്പനിയിൽ നിന്ന് ഔട്ട്ഡോർ ഡ്യൂട്ടി, അതായത് ODD എന്ന് പറയും, ചെന്നൈയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഞാൻ നാസിക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, മഹാരാഷ്ട്രയിലെ നാസിക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ നാസിക് എന്ന സ്ഥലത്ത് ഞാൻ ടെസ്റ്റിങ്ങിന് പോയപ്പോൾ അവിടെ എൻ്റെ അപ്പൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠ സഹോദരനുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ കൂടെയൊക്കെ പോയി താമസിക്കും. അപ്പോൾ ഈ നാസിക് എന്ന് പറഞ്ഞ ഒരു ചെറിയ പട്ടണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 7-8 ദേവാലയങ്ങളുണ്ട് ഈ ചെറിയ ഒരു ഏരിയയിൽ. അതായത് 7-8 സീറോ മലബാർ ദേവാലയങ്ങൾ, കൂടാതെ ഒരു മലങ്കര ദേവാലയം, കൂടാതെ ഇതര സഭകളിലെ ദേവാലയങ്ങളുള്ള ഒരു സ്ഥലമാണ് ഈ നാസിക്. ഞാൻ ചെന്നുപെട്ടത് എന്തുകൊണ്ടോ ഒരു പെരുന്നാൾ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒന്നൊഴിയാതെ ഇങ്ങനെ പെരുന്നാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓരോ പെരുന്നാളിനും ഇങ്ങനെ കൂടുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് ദിവ്യബലി കൂടുവാനുള്ളൊരവസരം, ഏതാണ്ട് 30 ദിവസത്തോളം തുടർച്ചയായിട്ടിങ്ങനെ ദിവ്യബലി അറ്റൻഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ രാവിലെ ഞാൻ ജോലിക്ക് പോകും, വൈകുന്നേരങ്ങളിലാണ് ഈ പെരുന്നാൾ, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിലൊരു കനലിങ്ങനെ എരിയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സന്തോഷം നമ്മളിൽ എങ്ങനെ നിറയുന്ന ഒരു ഫീലിങ്ങിലേക്ക് വരികയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും ഒരു ബ്യൂട്ടിഫുൾ ഫീലിംഗാണ്. ഇപ്പം നമ്മൾ സാധാരണ ജോലിക്ക് വേണ്ടി ഉറ്റുനോക്കിയിരിക്കുന്ന ഒരാൾ ജോലിക്ക് ശേഷം ദേവാലയത്തിലേക്ക് പോയി ഈ പള്ളിയിലെ ശുശ്രൂഷകളിൽ കൂടുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക, വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഹെവൻലി എക്സ്പീരിയൻസിന് വേണ്ടി ലോങ് ചെയ്യുവാൻ തുടങ്ങി. അപ്പോൾ ആ എക്സ്പീരിയൻസിന് വേണ്ടി കാത്തിങ്ങനെ ഇരിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ബൈബിൾ വായിക്കുന്നു. അപ്പോൾ എൻ്റെ കസിൻ സിസ്റ്ററുണ്ട്, അപ്പോൾ അവൾ എന്നോട് വന്ന് ചോദിച്ചു, നല്ല രീതിയിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ, വല്ല പള്ളിയിലച്ഛനും ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തമാശ രൂപേണ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു 2 മിനിറ്റ് അവിടെ കണ്ണിലോട്ട് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പള്ളിയിലച്ഛനാകാൻ പോവുകയാണ്. അപ്പോൾ അവളും വിചാരിച്ചത് തമാശയാണെന്നാണ്, പക്ഷേ ഞാനത് ശരിക്കും പറഞ്ഞതാണ് എന്ന് എനിക്ക് 100 വട്ടം ഉറപ്പുണ്ട്. കാരണം ഞാൻ അത്രയും ബോധത്തോടു കൂടിയാണ് പറഞ്ഞത്. ആ 2 സെക്കൻഡിനുള്ളിൽ തന്നെ ജീവിതത്തിൻ്റെ വിളി ഞാൻ തിരിച്ചറിയുകയാണ്. കാരണം കുഞ്ഞുനാളിൽ ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ, ദേവാലയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ, ദേവാലയ ശുശ്രൂഷകനാകുമ്പോൾ ഞാൻ എത്രത്തോളം അഭിമാനിച്ചുവോ, ഞാൻ എത്രത്തോളം ആനന്ദം അനുഭവിച്ചുവോ, അതേ ആനന്ദത്തിലേക്ക് തന്നെ ദൈവം എന്നെ തിരികെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ അഭിമുഖീകരിക്കേണ്ട ചോദ്യം ഇതാണ്, ചെറുപ്പമാണ്, ഇതൊരു ചോരത്തിളപ്പിൻ്റെ പുറത്ത് തോന്നുന്നതായിരിക്കാം. അല്ലെങ്കിൽ തന്നെ അടുത്ത ചോദ്യമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം, നീ ശരിക്കും നിൻ്റെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയല്ലേ? ഇത് ഞാൻ എന്നോട് തന്നെ ചോദിച്ച ചോദ്യമാണ്. 2 ചോദ്യങ്ങൾ. നിൻ്റെ ജീവിതത്തിൽ നിന്ന് നീ ഒളിച്ചോടുന്നു, അതോ നിനക്ക് ചെറുപ്പമാണ്, അതോ ഒരു ചോരത്തിളപ്പിൻ്റെ പുറത്ത് ഒരു എടുത്തുചാട്ടമാണോ ഈ തീരുമാനം?
അപ്പോൾ അന്ന് വൈകുന്നേരം ഞാൻ തിരികെ ചെന്നൈയിലേക്ക് പോവുകയാണ്. അപ്പോൾ പൂനെയിൽ നിന്നാണ് എൻ്റെ ഫ്ലൈറ്റ്. സാധാരണഗതിയിൽ മുംബൈയിൽ നിന്ന് ബുക്കാവേണ്ട ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് പൂനെയിൽ നിന്നാണ്. ചെറിയൊരു എയർപോർട്ടാണ് ഈ പൂനെ എന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് 2:30-ക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ 1 മണിയോടുകൂടെ എയർപോർട്ടിൽ പ്രവേശിച്ചു. 2:30 തൊട്ട് ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുക. അപ്പം മഴ തുടങ്ങി. അപ്പോൾ ഈ 2:30-ക്ക് വരേണ്ട ഫ്ലൈറ്റ് വന്നിട്ടില്ല. അപ്പോൾ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ഡിലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആന്തരികമായ ഒരു പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് ജോലി, മറു സ്ഥലത്ത് വൈദികനാകുക, ജോലി വൈദികനാകുക. അപ്പോൾ ഉയർന്നു വന്ന ചോദ്യം ഇതാണ്: നീ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ലേ? നീ ഇങ്ങനെ പോയാൽ നീ ഏക മകനാണ്. നിൻ്റെ അപ്പനെ ആര് നോക്കും? നിൻ്റെ അമ്മയെ ആര് നോക്കും? നിൻ്റെ പെങ്ങൾക്ക് ഒരു ആശ്രയമാകുവാൻ നിനക്ക് സാധിക്കുമോ? കൂടാതെ ഇങ്ങനെ എടുത്തു ചാടി വൈദികനാകാൻ പോയി 2 വർഷം കഴിയുമ്പോൾ നിർത്തി തിരികെ പോയാലോ? ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫ്ലൈറ്റ് അനൗൺസ് ചെയ്യുന്നത് ഡിലേ ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, എന്തായാലും ഞാൻ തീരുമാനിക്കുന്ന പോലെയല്ല ഇനിയും കാര്യങ്ങൾ. ഇതുവരെ ഞാൻ ചിന്തിച്ചു, ഞാനാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്, എൻ്റെ കുടുംബമാണ് കാര്യങ്ങൾ തീരുമാനിച്ചത്. പക്ഷെ നീ എന്നെ ഇതുവരെ എത്തിച്ചു. ഇനി നിൻ്റെ കയ്യിൽ ഞാൻ വിട്ടുതരിക, നീ അങ്ങ് തീരുമാനിക്കുക. അപ്പോൾ ഈ സമരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓരോ തവണ എൻ്റെ മനസ്സിൽ സംശയത്തിൻ്റെ കരിനിഴൽ വീഴുമ്പോഴൊക്കെ ഈ ഫ്ലൈറ്റ് ഡിലേ ആയിക്കൊണ്ടിരുന്നു. അങ്ങനെ രാവിലെ ഒരു 4-4:15 ഞാൻ തീരുമാനിച്ചു, തിരികെ ചെന്ന് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഐ എം ഗോയിങ് ടു പുട്ട് മൈ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ ആരോടും ചോദിക്കുന്നില്ല. മോർണിംഗ് ചെല്ലുന്നു, HR-നെ കാണുന്നു, ജോലി റിസൈൻ ചെയ്യുന്ന പേപ്പർ കൊടുക്കുന്നു, അതിനുശേഷം വീട്ടിലേക്ക് പോകുന്നു. പതുക്കെ അവരെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇങ്ങനെ ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഒരു സൈൻ തരണമേ. നെക്സ്റ്റ് മൊമെൻറ്റിൽ 12-14 മണിക്കൂർ ഡിലേ ആയ ഫ്ലൈറ്റ് അനൗൺസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ദൈവം ഒരുപക്ഷെ സംസാരിക്കുന്നത് ഇങ്ങനെയായിരിക്കാം. ദൈവം സംസാരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ തോന്നലുകളിലൂടെ ആയിരിക്കാം. ദൈവം സംസാരിച്ചത് എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ ഒരു തമാശയിലൂടെ ആയിരുന്നു. അങ്ങനെ ആ തമാശയിലൂടെ തുടങ്ങി ഉള്ളിലെ ആ കനൽ ഇങ്ങനെ എരിഞ്ഞ് കത്തി അത് ജീവിത സമരങ്ങളിലൂടെയൊക്കെ കടന്നുപോയി വലിയ ആ ഒരു ഫൈറ്റിന് ശേഷം ഞാൻ എൻ്റെ തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഉറപ്പിച്ചു, എൻ്റെ ദൈവവിളി ഇതാണ്. അതിന് എനിക്കൊരു കൺഫർമേഷൻ കിട്ടിയത് ആ ഫ്ലൈറ്റ് അനൗൺസ്മെൻറ്റിലായിരുന്നു. ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം ഇവിടെ കഴിയുകയാണ്. ഇനി ജോലിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അപ്പോൾ HR എക്സിറ്റ് ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ചോദിച്ചു, കുറച്ചും കൂടെ ശമ്പളം ഒരു 20% കൂടെ കൂട്ടി തന്നാൽ നിൽക്കുമോ? ഞാൻ പറഞ്ഞു, 20 അല്ല 100% കൂട്ടിയാലും ഞാൻ നിൽക്കുകയല്ല. കാരണം ഇതിലും വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അതിനുവേണ്ടി എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നൊരു ബോധ്യം എനിക്കുണ്ട്. പക്ഷെ അതിനുശേഷമാണ് ഏറ്റവും പ്രയാസമുള്ള ഘട്ടം ആരംഭിക്കുന്നത്. തിരികെ വീട്ടിൽ ചെന്നു. ഒരുപാട് നാൾക്ക് ശേഷം ഒത്തിരി നാൾ വീട്ടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയങ്ങളുണ്ട്. അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ പഠിച്ച് ക്ഷീണിച്ച് ജോലി ക്ഷീണിച്ചു, ഇനി അമ്മ വെച്ച് തരുന്ന നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ അപ്പൻ സൈഡിലൂടെ എന്ത് തുടങ്ങി, ഈ പെണ്ണ് കൊള്ളാമോ, ഈ പെണ്ണ് കൊള്ളാമോ, പെങ്ങളും കൂടെയുണ്ട്. അവരിങ്ങനെ തുടങ്ങി. അപ്പോൾ ഇത് പറയണം, എനിക്കിതല്ല എൻ്റെ വിളി, എനിക്ക് വൈദികനാകാൻ പോകണം, ഇത് പറയണം. അപ്പം ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥനയിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ തമ്പുരാനോട് പറഞ്ഞു, തമ്പുരാനെ ഇതുവരെ നീ എത്തിച്ചു, ഇനിയുള്ള കാര്യങ്ങളുടെ നീ എങ്ങനെയും നോക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പെണ്ണിനെ എന്തായാലും നിർബന്ധമായി കണ്ടേ പറ്റുള്ളൂ. അത് കണ്ട് യെസ് പറഞ്ഞാൽ തീർച്ചയായിട്ടും കല്യാണം നടക്കും എന്നൊരവസരം വന്നപ്പോൾ ഞാൻ അന്ന് വൈകുന്നേരം അപ്പനോട് പറഞ്ഞു, എന്തായാലും ആ പെണ്ണിനെ കാണുവാൻ ഞാൻ വരത്തില്ല. കാരണം എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന വഴി ഇതല്ല. വലിയൊരു ഷോക്കാണ്. അപ്പോൾ ഉത്തരങ്ങളില്ല. കാരണം നമ്മളെക്കാൾ കൂടുതലായിട്ട് നമ്മളെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടത് നമ്മുടെ മാതാപിതാക്കന്മാരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. അപ്പോൾ ഈ സ്വപ്നങ്ങളൊക്കെ തകർക്കപ്പെടുക, അതും ഇത്രയേറെ സ്നേഹം നൽകിയ ഒരു മകൻ തന്നെ തങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കുക എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മൾ വിചാരിക്കും മകൻ വഴിതെറ്റിപ്പോകുന്നില്ല. പക്ഷേ അവർ കണ്ട സ്വപ്നങ്ങൾക്ക് വിപരീതമായി, അവരുടെ ഇഷ്ടത്തിന് വിപരീതമായി നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഏറ്റവും കൂടുതൽ സ്നേഹം തന്ന് ഒരാളെ ഇങ്ങനെ നോക്കി വളർത്തുമ്പോൾ ഈ സ്നേഹം നൽകുന്ന വേദന എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അപ്പോൾ അതിനുശേഷം അപ്പൻ സമ്മതിച്ചില്ല.
അമ്മ സമ്മതിച്ചില്ല. എൻ്റെ അമ്മയുടെ ആങ്ങളമാർ 2 പേര് വൈദികരാണ്. അപ്പോൾ എനിക്ക് ഒരു ഡയസിഷ്യൻ വൈദികനാകാൻ താല്പര്യമില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ മലങ്കരയിലൊരു കോൺഗ്രിഗേഷൻ ഉണ്ട്, OIC, അതായത് ഓർഡർ ഓഫ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ബഥനി. അപ്പോൾ എനിക്ക് അവിടെ ചേരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഞാൻ അവിടെ പോയി 2-3 ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ സൈലൻ്റ് ആയിട്ടുള്ളൊരു വിളിയാണ് അവരുടെ. എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ട്, എപ്പോഴും ധ്യാനത്തിൽ മുഴുകിക്കൊണ്ട്. പക്ഷേ എനിക്ക് ഉള്ളത്, എനിക്ക് ഇച്ചിരി കൂടെ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കണം. എനിക്ക് യുവജനങ്ങളുടെ കൂടെ ഇരിക്കണം. കാരണം ഞാൻ ജോലി ചെയ്തപ്പോൾ, ഞാൻ പഠിച്ചപ്പോൾ ഞാൻ കണ്ട ഒരു ഇന്ത്യ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ NH സൈഡിൽ കൂടെ, അതായത് നാഷണൽ ഹൈവേ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് ഇന്ത്യ. പക്ഷേ NHൽ നിന്നൊന്ന് വ്യതിചലിച്ചൊന്ന് സഞ്ചരിച്ച് നോക്കുമ്പോൾ ലക്ഷ്യബോധമില്ലാത്ത ഒരു തലമുറയെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ലക്ഷ്യബോധമില്ലാത്തൊരു തലമുറ, ഇവരെ ആര് നയിക്കും? ഇവർക്കൊരു ലക്ഷ്യബോധം കൊടുത്താൽ ഒരുപക്ഷെ അവർക്ക് നാടിനും വീട്ടാർക്കും ഒക്കെ ഉപകാരമുള്ള ഒരു പൗരന്മാരായി അവർ വരാം. അപ്പം എൻ്റെ വിളി എനിക്ക് തോന്നിയത് അതാണ്. യുവാക്കളുടെ കൂടെ ആയിരിക്കുക, യുവതികളുടെ കൂടെ ആയിരിക്കുക, കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരിക്കുക. അപ്പോൾ ഈ OICയിലേക്ക് ചെന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നിയില്ല. അപ്പോൾ എൻ്റെ അമ്മയുടെ മൂത്ത ആങ്ങള എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നീ എന്തുകൊണ്ട് ഒന്നുകിൽ നീ കപ്യൂച്ചിൻ സഭയിൽ ചേരുക, ഈശോ സഭയിൽ ചേരും. കാരണം എനിക്കിപ്പോൾ 25 വയസ്സുണ്ട്, ഇത്രയും പഠനമുണ്ട്, അപ്പോൾ അവരുടെ ഫോർമേഷൻ കുറച്ചുകൂടെ നല്ലതാകും. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുക, സലേഷ്യൻ സഭയിൽ ചേരാം. അപ്പോൾ ഈ പുള്ളി ആദ്യം പറഞ്ഞ 2 പേരുകളും വലുതായിട്ട് എൻ്റെ മനസ്സിൽ പോയില്ല. അവസാനത്തെ പേര് പെട്ടെന്ന് സലേഷ്യൻസ് ഓഫ് ഡോൺ ബോസ്കോ. ശേഷം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. വിത്തിൻ 2 ദിവസം ഞാൻ അവിടെ വൊക്കേഷണൽ പ്രൊമോട്ടറുമായിട്ട് കോൺടാക്ട് ചെയ്തു. അതിനുശേഷം അവരെന്നെ കമാൻസി എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് വേണ്ടി ക്ഷണിച്ചു. ഞാനായിരുന്നത് ഡോൺ ബോസ്കോയുടെ തന്നെ സ്നേഹഭവൻ പള്ളുരുത്തി എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. അതിനു മുമ്പ് കൊല്ലത്ത് തോപ്പെന്ന് പറയുന്ന വലിയൊരു കമ്മ്യൂണിറ്റിയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടവക ദേവാലയമുണ്ട്, ഒരു സെമി ഓർഫനേജ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റു മേഖലകൾ, ഫിഷർമെൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതുപോലെ തന്നെ ഡോൺ ബോസ്കോ ടെക്ക്. ഇപ്പോൾ ഇവിടെ എല്ലാം ചെന്നപ്പോൾ യുവജനങ്ങളാണ്, കുഞ്ഞുങ്ങളാണ്, അവരുടെ കൂടെ ആയിരിക്കുന്നു. അവരെ നല്ല പൗരന്മാരായി വാർത്തെടുക്കുന്നതിൻ്റെ ഒരു സന്തോഷം, ഒരു ആനന്ദം ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്വപ്നം കണ്ടത് ഞാൻ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു ചിന്ത എന്നിൽ വന്നപ്പോൾ ഞാൻ ഉറപ്പിച്ചു, ഇതാണ് എൻ്റെ ദൈവവിളി. പക്ഷേ അപ്പോഴും വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല. വീട്ടിൽ നിന്ന് സമ്മതിക്കാതെ ഞാൻ തിരികെ വീട്ടിൽ വന്ന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തമ്പുരാൻ എനിക്ക് വലിയൊരു അസുഖം തരിക. ഈ അസുഖം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രഷർ ഇങ്ങനെ ഷൂട്ടായിക്കൊണ്ടേയിരിക്കുക. നോർമൽ പ്രഷറിൽ നിന്നും അധികമായിട്ട് 105, അതായത് 150, 105 ആ റേഞ്ചിലേക്ക് പ്രഷർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആശുപത്രിയിൽ പോയി, ഒരു ഉത്തരവും കിട്ടുന്നില്ല. മരുന്നുകൾ കഴിക്കണോ വേണ്ടയോ എന്ന് തന്നെ അറിയത്തില്ല. കാരണം ഈ പ്രഷർ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒടുവിൽ മനസ്സോടുകൂടെ വീട്ടുകാർ സമ്മതിച്ചു. അപ്പോൾ ആ സമ്മതിച്ച് കഴിഞ്ഞ അടുത്ത നിമിഷം തൊട്ട് ഞാൻ പഴയ പോലെ തന്നെ, ഞാൻ നോർമലാണ്. അതിനുശേഷം അപ്പൻ എന്നോട് ഒരു 3 വർഷക്കാലത്തേക്ക് മിണ്ടിയിട്ടില്ല. എൻ്റെ പെങ്ങളും അതുപോലെ തന്നെ 2-3 വർഷക്കാലം അവൾ എന്നോട് മിണ്ടിയിട്ടില്ല. ഇടയ്ക്ക് അമ്മ കണ്ണുനീരോടുകൂടെ ഒരു ഫോൺ വിളിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വൊക്കേഷനിൽ ഞാൻ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ സ്നേഹത്തിൻ്റെ ഒരു പ്രതിസന്ധിയാണ്. ഈ സ്നേഹത്തിൻ്റെ പ്രതിസന്ധിയെ ഞാൻ തരണം ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ പട്ടത്തിൻ്റെ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന നിമിഷങ്ങൾ, കൊതിയോടുകൂടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ദിവസങ്ങൾ, എൻ്റെ ഇടവക ദേവാലയം അതൊരു വലിയ ആഘോഷമാക്കി തീർത്തത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നിമിഷങ്ങൾ ഞാൻ ഇന്നും ഓർക്കുകയാണ്. ഇന്ന് ഒരു വൈദികനായി കർത്താവിനെ ഞാൻ എൻ്റെ കരങ്ങളിൽ എടുക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു അവാച്യമായ ഒരു ആനന്ദമുണ്ട്. എന്താ പറയുകയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ഫീലിംഗ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ശമ്പളത്തിൻ്റെ 90% ദാനം ചെയ്യാമായിരുന്നു. ഇന്ന് ചെയ്യുന്നതിനേക്കാൾ 100 ഇരട്ടി സാമ്പത്തികമായ സഹായം, മറ്റുള്ളവരുടെ മനസ്സിലൊക്കെ ഒരിടം, കുറച്ച് പബ്ലിസിറ്റി ഒക്കെ നമുക്ക് കിട്ടുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് വൈദികനാകണം എന്ന് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമേ ഉള്ളൂ: ഒരു കുർബാന അർപ്പിക്കാൻ പറ്റുമോ? വൈദികര് അവസാനം ഈ പട്ടാഭിഷേകത്തിന് ശേഷം ഒരു നന്ദി പ്രസംഗം നടത്തുമ്പോൾ വൈദികർ പറയും, അപ്പ അമ്മേ, നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിങ്ങൾ ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ എനിക്ക് പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്: നിങ്ങൾക്ക് ഈ ലോകത്തിൽ ആരെന്തൊക്കെ തന്നാലും വൈദികനായ നിങ്ങളുടെ മകൻ നൽകുന്ന ഈ ഒരു സമ്മാനം ഈ ഇടവക ജനത്തിനും നിങ്ങൾക്കും ആർക്കും നൽകാൻ പറ്റത്തില്ല.
യേശുവേ നിന്നെ